ഹായ്, ഞാൻ ആദിഷ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു ബ്രേക്കപ്പ് ഉണ്ടാകുന്ന സമയത്ത്, അതല്ലാന്നുണ്ടെങ്കിൽ ഒരു പിണക്കം ഉണ്ടാകുന്ന സമയത്ത് ഒരാളുടെ അടുത്ത് മിസ്റ്റേക്ക് ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയോട് എന്ത് ചെയ്യും? സോറി പറയും, അല്ലേ? ചിലർ പറയും, ചിലർ പറയത്തില്ല, അത് വാദിച്ചുകൊണ്ടിരിക്കും. അങ്ങനെയൊക്കെയാണ്. എങ്കിലും പലപ്പോഴും നമ്മൾ റിലേഷൻഷിപ്പിൽ കണ്ടിട്ടുള്ളത്, ആ റിലേഷൻഷിപ്പുമായിട്ട് മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ സോറി പറഞ്ഞ് കാല് പിടിച്ച് നീ എൻ്റെ ലൈഫിൽ ഇല്ലാതെ എനിക്ക് പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ് കയ്യും കാലും പിടിച്ച് ബെഗ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ പലപ്പോഴും ഉണ്ടാവാറുണ്ട്. എസ്പെഷ്യലി നമുക്ക് തെറ്റ് പറ്റിപ്പോയി എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ. അല്ലാത്ത സാഹചര്യങ്ങളിലും ചില ആളുകൾ അത് റിലേഷൻഷിപ്പ് പെട്ടെന്ന് ഓക്കെ ആവട്ടെ എന്നുള്ള രീതിയിലും ചെയ്യാറുണ്ട്. എന്താണെങ്കിലും നിങ്ങളിങ്ങനെ ചെയ്യാറുണ്ടോ? ഒരു പിണക്കം ഉണ്ടാകുന്ന സമയത്ത് ഒരു 1000 തവണ സോറി പറയുക. 1000 ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്. അഥവാ ഒന്നിൽ കൂടുതൽ ഒരുപാട് തവണ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുക. ചെയ്യാറുണ്ടോ? അങ്ങനെ ബെഗ് ചെയ്യാറുണ്ടോ? ഒരാൾ എൻ്റെ ലൈഫിൽ വേണമെന്ന് നിർബന്ധം പിടിക്കാറുണ്ടോ? വാശി പിടിക്കാറുണ്ടോ? അങ്ങനെയെങ്കിൽ ഇനി മുതൽ അങ്ങനെ ബെഗ് ചെയ്തതുകൊണ്ട് നിങ്ങൾക്ക് പുതിയ രീതിയിലുള്ള അല്ലെങ്കിൽ ഒരു ലൈഫ് കിട്ടുമെന്നൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. അതിന് പകരം എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ഇനി ഇൻ കേസ് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് റിക്കവർ ആവാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. സോ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു പിണക്കമോ എന്തെങ്കിലും പ്രശ്നങ്ങളോ ഉണ്ടായി നിങ്ങളുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സോറി പറയാം 1-2 തവണ. അവരത് കേട്ടു എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ വീണ്ടും വീണ്ടും പറയാതിരിക്കുക. നമ്മളിത് എത്രത്തോളം പറയുന്നോ അത്രത്തോളം നിങ്ങളോടുള്ള ആ ഒരു അട്രാക്ഷൻ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. പവർ ഓഫ് അട്രാക്ഷൻ എന്ന് പറയും. നിങ്ങൾ ഒരു തവണ പറയുന്ന സമയത്ത് അവർ ഒരു തവണ ആ സിറ്റുവേഷനിലോട്ട് പോയിട്ടുണ്ടാവും മൈൻഡ്. ഓക്കെ, അപ്പോൾ പിന്നെ വീണ്ടും വീണ്ടും നിങ്ങൾ സോറി പറയുമ്പോൾ അത് വീണ്ടും വീണ്ടും അവരെ കൊണ്ട് ചിന്തിപ്പിക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നത് ആ ഒരു സിറ്റുവേഷൻ. അല്ല, നിങ്ങളത് പറയുന്നില്ല, അവർക്ക് കുറച്ച് സ്പേസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ആ തോട്ട് പതിയെ പതിയെ മാറ്റി 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 കൊണ്ടുവരും. അതിൽ നിന്ന് ഹീലാവും. പക്ഷെ നമ്മൾ നിരന്തരം സോറി പറയുമ്പോൾ വീണ്ടും വീണ്ടും ആ സിറ്റുവേഷൻ നമ്മളായിട്ട് അവരെ ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഗോട്ട് ഇറ്റ്? സോ അങ്ങനെ ഓർമ്മപ്പെടുത്തുന്ന സമയത്ത് അവർക്ക് നമ്മളോടുള്ള ഒരു അട്രാക്ഷൻ കുറയുമെന്നാണ് പറയുന്നത്. ഒന്നാമത്തെ കാര്യം ഇതാണ്. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് കാല് പിടിക്കുന്ന സമയത്ത് അവരുടെ മനസ്സിൽ നിങ്ങളോടൊരു ബഹുമാനവും നിങ്ങളോടൊരു റെസ്പെക്റ്റും ഒക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു സ്നേഹവും ഇഷ്ടമൊക്കെ ഉണ്ടാവും. അതൊക്കെ പോവും. എസ്പെഷ്യലി ഒരു വാല്യൂ ഉണ്ടാവും നിങ്ങൾക്ക്. ആ വാല്യൂ അങ്ങോട്ട് പോവും നിങ്ങളിങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത്, ബെഗ് ചെയ്യുന്ന സമയത്ത്. സോ അങ്ങനെ വല്ലാണ്ട് കയ്യും കാലും പിടിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് പറയുന്നത്. സ്റ്റാൻഡേർഡായിട്ട് നോർമലായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, ഒരു സോറി പറയുക. നിങ്ങളുടെ ഭാഗത്ത് മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ ആ ഒരു ഈക്വാലിറ്റി അപ്പോഴും നിങ്ങൾ കീപ്പ് ചെയ്യണം എന്നുള്ളതാണ്. അല്ലാതെ വളരെ താഴെ പോകുന്ന രീതിയിൽ സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ ചില ആളുകളുണ്ട് ഭയങ്കരമായിട്ട് പ്രഷർ ചെയ്യുക. നീ ഇല്ലാതെ എനിക്ക് പറ്റില്ല കേട്ടോ, നീ എന്നോട് മിണ്ടിയേ പറ്റുള്ളൂ അല്ലെങ്കിൽ സംസാരിച്ചേ പറ്റുള്ളൂ, അങ്ങനെ പറഞ്ഞ് ഫോഴ്സ് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും അവർക്ക് ഈ ഒരു ലൈഫ് തന്നെ ഒരു ഭീഷണിയായിട്ടൊക്കെ തോന്നും. ഭയങ്കര നമ്മൾ ടോക്സിക് ആണ് എന്നുള്ള തോന്നലൊക്കെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് വരും. അപ്പോൾ അതൊക്കെ ആ ഒരു റിലേഷൻഷിപ്പ് സ്മൂത്തായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനല്ല സഹായിക്കുക. അതിനേക്കാൾ ഉപരി നെഗറ്റീവായിട്ടുള്ള രീതിയിലാണ് ഇതൊക്കെ റിലേഷൻഷിപ്പിൽ ബാധിക്കുക. ഇൻറ്റിമസി കുറയും, അതുപോലെ തന്നെ കെമിസ്ട്രി കുറയും, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതൊന്നും ഇല്ലാതെ സ്മൂത്തായിട്ട് എങ്ങനെയാണ് ഇതൊക്കെ കൈകാര്യം ചെയ്യാം എന്നുള്ളതൊക്കെ നമുക്കൊന്ന് ചർച്ച ചെയ്യാം. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ആദ്യം തന്നെ പറയുന്നത്, ഇത്തരം ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു ഒരു തവണ സോറി പറയുക. അതിനുശേഷം നമ്മൾ നമ്മുടെ ഇമോഷനെ ഒന്ന് കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ഇമോഷണലി ഡൗൺ ആണ്, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി നമ്മളെന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഇമോഷൻ കൺട്രോൾ ചെയ്യാൻ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അത് ഓരോരുത്തർക്കും ഓരോന്നായിരിക്കും. ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്തായിരിക്കും റിലീഫ് കിട്ടുക. ചില ആളുകൾക്ക് പുറത്ത് പോകുന്ന സമയത്തായിരിക്കും, അല്ലെങ്കിൽ ഒരു യാത്ര പോകുന്ന സമയത്തായിരിക്കും. ചില ആളുകൾക്ക് യോഗ, എക്സസൈസ് ഇങ്ങനെ എന്തെങ്കിലും ചെയ്യുന്ന സമയത്തായിരിക്കും. ചില ആളുകൾക്ക് ഫ്രണ്ട്സിനെ വിളിച്ച് സംസാരിക്കുമ്പോഴായിരിക്കും. ചില ആളുകൾക്ക് സുഹൃത്തുക്കളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്ന സമയത്തായിരിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ മൈൻഡിനെ ഒന്ന് ഓക്കെ ആക്കാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണ്? ഒരു റിലീഫ് കിട്ടുന്ന കാര്യം എന്താണ്? അത് നിങ്ങൾ ഫൈൻഡ് ചെയ്യുക. ആ ഒരു ആക്ഷനിലോട്ട് നിങ്ങൾ സ്വിച്ച് ചെയ്യുക എന്നുള്ളതാണ്. കൺട്രോൾ യുവർ ഇമോഷൻ എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നിങ്ങളൊരു നോ കോണ്ടാക്റ്റ് തന്നെ കീപ്പ് ചെയ്യുക. സോറി പറഞ്ഞതിന് ശേഷം നിങ്ങളും ഒരു സൈലൻറ്റ് മോഡിലോട്ട് പോവുക, നോ കോണ്ടാക്റ്റ് ആവുക. അത് അവരോട് പറയൊന്നും വേണ്ട, ഞാൻ മിണ്ടാതിരിക്കുന്നത് നീ ഒന്ന് റെഡി ആവട്ടെ, ഓക്കെ ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണെന്നുള്ളത് പറയേണ്ട ആവശ്യമൊന്നുമില്ല.
നമ്മളും ഒന്ന് സൈലൻ്റ് ആവുക. ഒരു സൈലൻറ്റ് ട്രീറ്റ്മെൻറ്റ് കുറച്ച് സമയത്തേക്ക് കൊണ്ടുപോവുക. അല്ലെങ്കിൽ 1-2 ദിവസം എടുക്കും, ചിലപ്പോൾ വലിയ ഇഷ്യൂസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് സൈലൻ്റ് ആയാൽ മതി. അപ്പോൾ പതിയെ അവരും ഓക്കെ ആയിട്ട് വന്നോളും. പിന്നെ എപ്പോഴും നമ്മൾ പ്രസൻറ്റ് മൊമെൻറ്റിൽ തന്നെ ആയിരിക്കുക എന്നുള്ളതാണ്. നമ്മൾ വീണ്ടും ആ പാസ്റ്റിൽ നടന്നു പോയിട്ടുള്ള ഇൻസിഡൻറ്റ് എന്താണോ, സിറ്റുവേഷൻ എന്താണോ, അല്ലെങ്കിൽ നമ്മളിൽ നിന്ന് സംഭവിച്ചിട്ട് പോയിട്ടുള്ള തെറ്റ് എന്താണോ അതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യുകയും അതിനെ ന്യായീകരിക്കുകയും എക്സ്പ്ലെയിൻ ചെയ്യുകയും ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. അത് നമ്മൾ വീണ്ടും അത്തരത്തിലുള്ള തോട്ടുകൾ വരാൻ വേണ്ടിയിട്ട് നമ്മുടെ ഭാഗത്തുനിന്ന് കമ്മ്യൂണിക്കേഷനൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പിന്നെ നിങ്ങൾ കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ നിങ്ങളുടെ കാര്യങ്ങളിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. വർക്ക് ചെയ്യുന്ന ആളുകളാണെങ്കിൽ വർക്കിൽ, ബിസിനസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ ബിസിനസ്സിൽ, പഠിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും അതുമായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യുക. നിങ്ങളുടെ ഫിറ്റ്നസ് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ കോൺസെൻട്രേഷൻ കൊടുക്കുക. നിങ്ങൾ കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക, പോസിറ്റീവായിട്ടിരിക്കുക. നിങ്ങൾ പല സോഷ്യലി കണക്റ്റഡ് ആയിട്ടുള്ള പല പരിപാടികളിലും എൻഗേജ്ഡ് ആവുക, അതിലൊക്കെ പങ്കെടുക്കുക. സുഹൃത്തുക്കളുമായിട്ടുള്ള ഫോട്ടോസ് കാര്യങ്ങളൊക്കെ നിങ്ങൾ പല അഡ്വഞ്ചറുകൾ ചെയ്യുന്നു, പല എൻ്റർടൈൻമെൻറ്റുകളിൽ പങ്കെടുക്കുന്നു. അത്തരം ഫോട്ടോസ് കാര്യങ്ങളൊക്കെ നിങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ പബ്ലിക്കായിട്ട് പങ്കുവെക്കുക. അതൊക്കെ അവർ കാണട്ടെ. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. വളരെ പോസിറ്റീവായിട്ട് കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് നിങ്ങളോട് വീണ്ടും ഒരു റീ അട്രാക്ഷൻ തോന്നാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണെന്ന് പറയാൻ കാരണം ഒരു 90% കൂടുതൽ തന്നെയാണ്. സോ അങ്ങനെ നിങ്ങൾ ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവർ പലതും പറഞ്ഞിട്ടുണ്ടാവും, പല വാക്കുകളും പറഞ്ഞിട്ടുണ്ടാവും. ഇനി നമ്മൾ സെറ്റാവില്ല, റെഡി ആവില്ല, ഇനി നമ്മൾ ഒന്നിച്ചു പോകത്തില്ല, അങ്ങനെ പല കാര്യങ്ങളുണ്ടായിരിക്കും. അത്തരം അവർ പറഞ്ഞിട്ടുള്ള, അവളാണെങ്കിലും അവനാണെങ്കിലും പറഞ്ഞിട്ടുള്ള വാക്കുകളെല്ലാം നമ്മൾ മറന്നു കളയുക, വിട്ട് കളയുക. അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാതെ നമ്മൾ നമ്മുടെ ലൈഫ് ഹാപ്പി ആയിട്ട് അങ്ങോട്ട് മുന്നോട്ട് കൊണ്ടുപോകുക. സ്വാഭാവികമായിട്ടും അവരുടെ മനസ്സ് പതിയെ ഹീലായിട്ട് കുറച്ച് ഡേയ്സ് കഴിയുമ്പോൾ അത് പാച്ചപ്പ് ആയിക്കോളും. അങ്ങനെ പാച്ചപ്പ് ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ എന്തെങ്കിലും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഓക്കെ ആവണം, അല്ലെങ്കിൽ ആ വ്യക്തി ഇല്ലാതെ എനിക്ക് പറ്റില്ല എന്ന തോന്നലൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാം. ഞങ്ങളുടേതായിട്ടുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള കുറച്ച് ഗൈഡൻസുകൾ, ടെക്നിക്കുകളൊക്കെ ഉണ്ട്. അത് നമുക്ക് ഇങ്ങനെ യൂട്യൂബിലൂടെ ഇരുന്ന് പറഞ്ഞ് തരാൻ പറ്റാത്ത തരത്തിലുള്ള ടെക്നിക്കുകളാണ്. സോ അത്തരം ടെക്നിക്കുകളൊക്കെ അപ്ലൈ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ സ്മൂത്തായിട്ട് ആ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനും പാച്ചപ്പ് ചെയ്യാനും ഒക്കെ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിലോട്ട് വിളിക്കാവുന്നതാണ്. ഞങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. നമസ്തേ.